ഹായ് ഹലോ വെൽക്കം ടു വൺസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സിവിൽ ആവട്ടെ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആവട്ടെ ഗേറ്റ്സ് പെർസ്പെക്റ്റീവിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. കാരണം മെക്കാനിക്കലുകാർക്ക് അറൗണ്ട് ഒരു 7 to 8 മാർക്കിന് ചോദിക്കുന്ന സബ്ജക്റ്റാണ്. സിവിലുകാർക്കാണെങ്കിൽ അറൗണ്ട് ഒരു 6 മാർക്കിനൊക്കെ വരുന്ന സബ്ജക്റ്റാണ്. അതേപോലെ ബാക്കി സബ്ജക്ട്സിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെക്കാനിക്കലുകാർക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അതേപോലെ സിവിലുകാർക്കാണെങ്കിൽ ഹൈഡ്രോളജിയിൽ കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്, ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണെന്ന് ഞാൻ പറയും. കാരണം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നല്ലൊരു ബേസിക്കിൽ നല്ലൊരു അടിത്തറ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങോട്ടേക്കുള്ള പല ചാപ്റ്റർ ടോപ്പിക്സിലും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഡെൻസിറ്റി ആവട്ടെ, വിസ്കോസിറ്റി ആവട്ടെ, അങ്ങനെ ഒരുപാട് ടേംസ് നമുക്ക് യൂസ് ചെയ്യണം. അതിൻ്റെ ഫോർമുലാസ്, കണക്റ്റിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരും. അത് നല്ലപോലെ പഠിക്കുക. അത് നന്നായി നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ബാക്കി ചാപ്റ്റേഴ്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണ തന്നെ ഫ്ലൂയിഡ് എന്താണ് അല്ലേ, ഫ്ലൂയിഡ് മെക്കാനിക്സ് അല്ലെ, ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് അല്ലെ, എല്ലാത്തിലും സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നിടത്ത് എന്താണ് അല്ലേ, നമ്മളൊരു കോമൺലി പറയുന്നത് ഫ്ലോ ചെയ്യാൻ പറ്റിയ സംഭവത്തിന് ഫ്ലൂയിഡ് എന്ന് പറയാം. അതല്ലെങ്കിൽ മോളിക്യൂൾസ് കുറച്ചും കൂടി ഫ്രീലി മൂവിങ് ആണ്, കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എടുക്കും. ഇതൊക്കെ കോമൺലി നമ്മൾ കുഞ്ഞു കുട്ടികൾ പറയുന്ന ഒരു ഡെഫിനേഷനാണ്. പക്ഷേ ആക്ച്വലി നമ്മളൊരു സോളിഡ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. എന്തിനാണ്? ഡീഫോം ചെയ്യാൻ അല്ലേ. നല്ല ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോഴാണ് എന്തൊരു സോളിഡ് ഡീഫോം ചെയ്യുന്നത്. പക്ഷെ ഫ്ലൂയിഡ്സ് അങ്ങനെയല്ല. വെള്ളം നമ്മൾ തറയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോം ചെയ്യാം അല്ലേ. ചെറിയൊരു ഫോഴ്സിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോം ചെയ്യുന്ന സാധനം നമുക്ക് എന്ത് പറയാം? ഫ്ലൂയിഡ്സ് എന്ന് പറയാം. സോ ഫ്ലൂയിഡ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് ഡീഫോം ഇൻഡെഫിനിറ്റ്ലി അണ്ടർ ദി ആക്ഷൻ ഓഫ് സ്മോളർ ഷിയർ ഫോഴ്സ്. ചെറിയൊരു ഷിയർ ഫോഴ്സിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോം ചെയ്യുന്ന സംഭവത്തിന് നമുക്ക് എന്ത് പറയാം? ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. ഇത് ഗേറ്റിന് ഒരു മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഗേറ്റ് എക്സാമിന് വരുന്നുണ്ട്. അതാണ് ബേസിക് കൺസെപ്റ്റ് അല്ലേ. ബേസിക് കൺസെപ്റ്റ് നമുക്ക് നല്ലപോലെ വേണം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സാണ് അല്ലേ. നമ്മളൊരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഫ്ലൂയിഡ്സ് ഉണ്ട്. ഐഡിയൽ ഫ്ലൂയിഡ്സ്, റിയൽ ഫ്ലൂയിഡ്സ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഐഡിയലും റിയലും. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഐഡിയൽ എൻജിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ്സ്, അതിന് ഐഡിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് വിസ്കോസിറ്റി? വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. അത് നമ്മൾ കമ്മിങ് ടോപ്പിക്സിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഫ്ലോക്ക് ഓഫർ ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ്, ഒരു ഫ്രിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ സംഭവത്തിന് നമുക്ക് വിസ്കോസിറ്റി എന്ന് പറയാം. അപ്പോൾ വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ്സിന് നമുക്ക് എന്ത് പറയാം? ഐഡിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. അതിന് സർഫസ് ടെൻഷൻ ഉണ്ടാവില്ല, അത് ഇൻകംപ്രസിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലൂയിഡ് ആക്ച്വലി നമ്മുടെ അടുത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ വാട്ടറൊക്കെ നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ്സ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നിടത്ത് എന്താണ്? വിസ്കോസിറ്റി ഉള്ള ഫ്ലൂയിഡ്സ് നമുക്ക് റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. അപ്പോൾ അതിന് സർഫസ് ടെൻഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ കംപ്രസിബിൾ ആയിരിക്കും. അതാണ് റിയൽ ഫ്ലൂയിഡ്. ഇനി ഇതല്ലാണ്ട് ന്യൂട്ടോണിയൻ, നോൺ ന്യൂട്ടോണിയൻ ഉണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബട്ട് ബേസിക് ആയിട്ട് നമുക്ക് ഈ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി നമ്മുടെ ചാപ്റ്റർ പറയുന്ന പോലെ തന്നെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഫ്ലൂയിഡ്, ബേസിക്കലി പ്രോപ്പർട്ടീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആ പേരിൽ തന്നെ ഉണ്ട്. ഇൻറ്റൻസീവ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് ഹീറ്റ് ചെയ്ത്, അതേപോലെ ഒരു വലിയൊരു ശരീരത്തിലെടുത്ത് ഹീറ്റ് ചെയ്താലും 100 ഡിഗ്രി സെൽഷ്യസിൽ അത് ബോയിൽ ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ അല്ലേ ആ ഒരു മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ പ്രഷർ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബോയിലിംഗ് പോയിന്റ് ആവട്ടെ, മെൽറ്റിംഗ് പോയിന്റ് ആവട്ടെ, അതൊക്കെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടീസിന് നമുക്ക് എന്ത് പറയാം? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. വേറെസ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നിടത്ത് എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അല്ലേ. വോളിയം ആവട്ടെ, മൊമെൻ്റ് ആവട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ അതാണ് ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഓരോ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നിടത്ത് എന്താണ്? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. ഇല്ലെങ്കിൽ മാസ് ഓഫ് എ ഫ്ലൂയിഡ് പെർ യൂണിറ്റ് വോളിയം. മാസ് ബൈ വോളിയത്തിന് നമുക്ക് ഡെൻസിറ്റി എന്ന് പറയാം. ഡെൻസിറ്റി ഈക്വൽ ടു m/v. ഇനി ഇത് കോമൺലി ഒരു 99% സ്റ്റുഡൻസിനും അറിയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. ബട്ട്
ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് കണ്ടുപിടിക്കുക, ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുക. സോ ഇതും എല്ലാവരും കണ്ടുപിടിക്കും. ബട്ട് എന്താ, ഇനി ക്വിക്കർ വേ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അറിയാം, അതിൻ്റെ SI യൂണിറ്റ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എന്താ, ml⁻³ ആണ്. ക്ലിയർ? കിലോഗ്രാം M വരും, മീറ്റർ L⁻3, സോ m/L⁻3. ക്ലിയർ? ഇനി സെക്കൻഡ് വൺ ആണ് എന്ത്, സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് എന്താ, ഇൻവേഴ്സ് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ ഇൻവേഴ്സിന് നമുക്ക് എന്താ സ്പെസിഫിക് വോളിയം എന്ന് പറയാം. സോ അതിൻ്റെ SI യൂണിറ്റ് m3/kg ആണ്. ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും, m⁻⁻1 L³ വരും, ഡെൻസിറ്റിയുടെ നേരെ ഇൻവേഴ്സ്. ഇനി തേർഡ് വൺ ആണ് നമുക്ക് എന്ത്, സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ എന്താ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയും. സ്പെസിഫിക് വെയിറ്റിലെ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം, അതിനെയാണ് നമ്മൾ എന്ത് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയണം. വെയിറ്റ് എന്ന് പറയുന്നിടത്ത് നമുക്ക് മാസ് ഇൻറ്റു ഗ്രാവിറ്റി എന്ന് എഴുതാം, ബൈ വോളിയം. അപ്പോൾ മാസ് ബൈ വോളിയം എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്താണ്, ഡെൻസിറ്റി റോ ആണ്. സോ റോ ജി, വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ജി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ നമുക്ക് എന്താ അതിൻ്റെ SI യൂണിറ്റും കാര്യങ്ങളും കിട്ടും. ഇനി നാലാമത്തെ പ്രോപ്പർട്ടിയാണ് എന്ത്, സ്പെസിഫിക് ഗ്രാവിറ്റിയിലെ റിലേറ്റീവ് ഡെൻസിറ്റി. അതെന്ന് പറഞ്ഞാൽ എന്താ, സ്പെസിഫിക് വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഒരു ഫ്ലൂയിഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് എഴുതാം. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താ, വാട്ടറാണ് നമ്മൾ എടുക്കുന്നത്. സോ ജി കട്ട് ചെയ്ത് നമുക്ക് എന്താ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്, ഈ രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ആൻഡ് ഇതിനെന്താ ഡയമെൻഷൻ ഇല്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള 4 പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കി. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിൻ്റെയും SI യൂണിറ്റും ഡയമെൻഷണൽ ഫോർമുലയാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. സോ kg/m3 ml⁻³ ആണ്. സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പോഴേക്കും ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. സോ m3/kg m⁻⁻1 L³ ആണ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം ആണ്. Nm/m3 ml⁻² T⁻². ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡയമെൻഷനില്ല. അപ്പോൾ ഇതിൽ നമ്മളിതിപ്പോൾ ചെറുതാണ്. ഇനിയിപ്പോൾ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ, പവറിൻ്റെ ഡയമെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ പെട്ടെന്ന് ചെയ്യാനായിട്ട് നമ്മളൊരു ടൈം എടുക്കില്ല. വാട്ടിനെ കൺവേർട്ട് ചെയ്ത് പവറിൻ്റെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു സമയം പോകുന്നുണ്ട്. പക്ഷേ ഒരു 5 ബേസിക് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വാണ്ടിറ്റി എന്താ ഫട്ടാഫട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിനുള്ളൊരു ചെറിയൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ബേസിക്കലി 5 ക്വാണ്ടിറ്റീസ്, ഡിസ്റ്റൻസ്, സ്പീഡ്, ആക്സലറേഷൻ, ഫോഴ്സ്, വർക്ക്. ഈ ഒരു 5 ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡയമെൻഷനും ഒരു വിത്തിൻ ഒരു 10 സെക്കൻഡ്സ് പോട്ടെ ഒരു 5 സെക്കൻഡ്സിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് ഒരു ഡയമെൻഷൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയമെൻഷണൽ ഫോർമുല എന്താ, L ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്, അല്ലെങ്കിൽ ലെങ്ത് ആണ്. ഡയമെൻഷൻ ഫോർമുല L ആണ്. ഇനി സെക്കൻഡ് വൺ എന്താ, സ്പീഡ് എന്ന് പറയുന്നിടത്ത് ആക്സലറേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ എന്താ L/T വരും എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഫോർമുല എന്താ, L⁻⁻1. അപ്പോൾ L⁻⁻1. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ, ആക്സലറേഷൻ എന്ന് പറയുന്നിടത്ത് എന്താ, വെലോസിറ്റി ബൈ ടൈം. സ്പീഡിലെ വെലോസിറ്റി നമ്മൾ നോക്കി, ആക്സലറേഷൻ എന്ന് പറയുന്നിടത്ത് എന്താ, വെലോസിറ്റി ബൈ ടൈം ആണ്. സോ വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി അറിയാം, L⁻⁻1 ആണ്. ബൈ ടി എന്ത് വരും, L⁻⁻². അത് കഴിഞ്ഞിട്ട് എന്താ, ഫോഴ്സ് എന്ന് പറയുന്നിടത്ത് എന്താ, MA, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓൾറെഡി നമുക്ക് അറിയാം, L⁻⁻2 ആണ്. അതിൻ്റെ ഒപ്പം എന്താ, മാസം കൂടി M. സോ mL⁻⁻2 വരും. ആൻഡ് ഫൈനലി വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു, mL⁻⁻2 ആണ്. ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, L. സോ mL² T⁻². ഇനി ഇത് എൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ മൈൻഡിൽ നല്ലപോലെ ഒന്ന് പ്രോംപ്റ്റ് ചെയ്യുക. ബേസിക്കലി എന്താ, ഡിസ്റ്റൻസ് L, സ്പീഡ് L⁻⁻1, അതേപോലെ ആക്സലറേഷൻ L⁻⁻2, ഫോഴ്സ് mL⁻⁻2, വർക്ക് എന്ന് പറയുന്നത് എന്താ, mL² T⁻². സോ L⁻⁻1, L⁻⁻2, mL⁻⁻2, അതേപോലെ എന്താ, mL² T⁻². അപ്പോൾ ഈ 5 ഡയമെൻഷൻ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ ഏതൊരു ഡയമെൻഷനും നമുക്ക് എന്താ, പവർ ആവട്ടെ, സ്ട്രെസ് ആവട്ടെ, വിസ്കോസിറ്റി ആവട്ടെ, പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാം. കാരണം ഫോഴ്സിൻ്റെ അറിയാം. ഇപ്പോൾ നിങ്ങളോട് വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ എന്താ, ഫോഴ്സ് നിങ്ങളുടെ മൈൻഡിലുണ്ട്, എന്താ, mL⁻⁻2 ആണ്. സോ ആ സംഭവം നമുക്ക് ഉണ്ടെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഇൻറ്റു ഒരു L ഇട്ടാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോഴ്സ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ അവിടെ ഒരു സെറ്റ് ഓഫ് ടൈം പോകുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ
ഒരു 99% കുട്ടികളും ചെയ്യും. പക്ഷെ അത് നമുക്ക് എന്ത് വേണം, പെട്ടെന്ന് ചെയ്യണം. ഒരു 3-5 സെക്കൻഡ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു 5 ക്വാണ്ടിറ്റി ഡയമെൻഷൻ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നേരെ ഡയമെൻഷൻ പുട്ട് ചെയ്താൽ മതി, റാദർ ദാൻ SI യൂണിറ്റ്. ക്ലിയർ? SI യൂണിറ്റ് പുട്ട് ചെയ്യുന്നതിനും ബെറ്റർ എന്താ, നേരെ ഡയമെൻഷൻ പുട്ട് ചെയ്യുക, അവിടെ നിന്ന് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാന്നുള്ള രീതിയിൽ. സോ ഫസ്റ്റ് വൺ ഡയമെൻഷണൽ ഫോർമുല ഓഫ് സ്ട്രെസ് ആണ്. സ്ട്രെസ്സിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ഒറ്റയടിക്ക് തന്നെ എനിക്ക് വേണമെങ്കിൽ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് എന്താ, ml⁻⁻1 t⁻2 എന്ന് പറയാം. ബട്ട് ബേസിക്കലി അല്ലേ, സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ, ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു, ml⁻2 ആണ്. അതേപോലെ എന്താ, ഏരിയ എന്ന് പറഞ്ഞാൽ L² ആണ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് എന്ത് വരും, ml⁻⁻1 t⁻2. ക്ലിയർ? സോ സെക്കൻഡ്സിൽ നമുക്ക് എന്താ ഉത്തരം കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഫോഴ്സിന്റെ ഉത്തരം അല്ലെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്, അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ ആ ഒരു ടൈം നമുക്ക് എന്താ കുറക്കാം. സോ ഒറ്റയടിക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, ഡയമെൻഷൻ ഇക്വേറ്റ് ചെയ്ത് നേരെ നമുക്ക് എന്താ ഉത്തരത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഡയമെൻഷണൽ ഫോർമുല ഫോർ പവർ ആണ്. പവർ എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഇതിന്റെ ഫോർമുല അല്ലെ, പലപ്പോഴും ഗേറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ നേരത്ത് എന്താ, ചിലയിലൊന്നും ഫോർമുല അറിയില്ലായിരിക്കും. അപ്പോൾ ഫോർമുല നമുക്ക് എന്താ, യൂണിറ്റിന്ന് കിട്ടും. സോ ബേസിക്കലി പവർ എന്ന് പറയുമ്പോൾ വാട്ടാണ്. വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ സെക്കൻഡ് ആണ്. ജൂൾ എന്ന് പറയാൻ നേരത്ത് എന്താ, ന്യൂട്ടൺ മീറ്റർ ആണ്. ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ്. സോ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അതാണ് ബേസിക്കലി എന്ത്, പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ അതിന്റെ എന്താ, ഡയമെൻഷണൽ ഫോർമുല ml⁻⁻2 ആണ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, L പെർ അല്ലെ ടി ആണ് വന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ml² t⁻3. സോ ഇത് സെക്കൻഡ്സിലല്ലേ, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഒരു ട്രിക്കാണ് നമുക്ക് വേണ്ടത്. ഇനി ഒറ്റയടിക്ക് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്, ml⁻⁻1 t⁻1 ആണ്. ബേസിക്കലി ടോ ഈക്വൽ ടു mu ഇൻറ്റു du/dy ആണ്. അല്ലെങ്കിൽ എന്താ, മ്യൂ എന്ന് പറയാൻ നേരത്ത് ടോ ഇൻറ്റു dy/du അല്ലേ. ഇതാണ് ഫോർമുല വന്നത്. സ്ട്രെസ്, ഡിസ്റ്റൻസ്, വെലോസിറ്റി, അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വന്നത്. അപ്പോൾ ഈ ട്രിക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ, അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാവുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ ഈ ട്രിക്ക് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ, പെട്ടെന്ന് തന്നെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഇനി 1-2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കിയിട്ട് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. SI യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ ഓപ്ഷൻ നോക്കിയാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്, ജൂൾ പെർ മീറ്റർ ഉണ്ട്, ജൂൾ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്, വാട്ട് പെർ മീറ്റർ ഉണ്ട്. സർഫസ് ടെൻഷൻ്റെ SI യൂണിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ന്യൂട്ടൺ പെർ മീറ്റർ ആണ് നമ്മൾ ബേസിക്കലി പഠിക്കുമ്പോൾ വന്നത്. പക്ഷേ ഇവിടെ ആ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മേളിൽ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ ചെയ്യുക, താഴെ എന്താ, മീറ്റർ ഇൻറ്റു മീറ്റർ ചെയ്ത് എന്ത് വരും, ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ജൂളാണ്, ജൂൾ പെർ മീറ്റർ സ്ക്വയർ. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ക്ലിയർ? അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടോ, സിമ്പിളാണ്. ചിലവർ നോക്കുമ്പോൾ എന്ത്, അയ്യോ അതില്ലല്ലോ, ഇനി തെറ്റാണോ, ഇല്ലേ വേറെ ഏതെങ്കിലും ഓപ്ഷൻ എടുക്കും, ന്യൂട്ടൺ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കുക എന്നൊക്കെ ചിന്തിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. നെക്സ്റ്റ് വൺ, SI യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, സെക്കൻഡ്സിൽ പറയാം എന്താ, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ എ ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡയമെൻഷൻ വെച്ചിട്ടുള്ള കളികൾ, ഇല്ല SI യൂണിറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. സിമ്പിളാണ്, പക്ക ബേസിക് ആണ്. അപ്പോൾ നിങ്ങൾ ഈ സെഷൻ കാണുക. എൻ്റെ മെയിൻ ട്രിക്ക് അല്ലേ, LT⁻⁻1 LT⁻⁻2 ml⁻⁻2 ആ ഒരു കമ്പോണൻറ്റിൽ ആ ഒരു സെക്ഷൻ നല്ലപോലെ പഠിക്കുക. അത് നല്ലപോലെ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ എന്താ, ഡയമെൻഷൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ അപ്കമിങ് സെഷൻസിൽ വേറെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ, താങ്ക് യു.